ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ചായ വ്ളോഗിലേക്ക് ടീ റൈഡിലേക്ക് കടന്നിരിക്കുകയാണ്. നല്ല തണുത്ത രാവിലെ. ഞാനും പിന്നെ സിനാൻ, പാലക്കിൽ സിനാൻ രണ്ടാളും കൂടിയിട്ടാണ് പോകുന്നത്. പോകുന്ന സ്ഥലത്തിൻ്റെ പേര് അതൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം വിൽക്കുന്ന ഒരാളുണ്ട്. ഉണ്ണിയപ്പത്തിൻ്റെ ചായക്കട, അതാണ് ഉണ്ണിയേട്ടൻസ് ചായക്കട. അല്ല സോറി, കുട്ടേട്ടൻസ് ഉണ്ണിയപ്പം. കുട്ടേട്ടൻസ് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞൊരു കടയുണ്ട്. സ്ഥലത്തിൻ്റെ പേര് തോൽപ്പട്ടി ഭാഗത്ത്. അപ്പോൾ ആ കടയിലേക്കാണ് ഇന്ന് ഞാനും സിനാനും പോകുന്നത്. ലെറ്റ്സ് ഉണ്ണിയപ്പം കിട്ടുമല്ലോ, നമുക്ക് പോയിട്ട് കണ്ടറിയാം. നല്ല തണുത്ത രാവിലെ, മൂട് സൺറൈസ് ആവാത്ത ഉള്ളത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട് ആ മഴൻ്റെ തണുപ്പാണ്. നല്ല മൂഡ് ക്ലൈമറ്റ്. മൂഡ് എന്ന് വെച്ചാൽ മൂഡ്. കോർണറിന് ശ്രദ്ധിക്കണം മോനെ, ആൾക്ക് മഴക്കത്ത് വാരണ പേടിയാ. എപ്പാ സ്ലിപ്പാന്ന് പറയാൻ കഴിയില്ല. എത്ര ടയറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റോഡ് വെറ്റായി കഴിഞ്ഞാൽ എനി ടൈം സ്ലിപ്പാവാം. ഇത് വേറൊരു റൈഡ് പിരാന്തര കേട്ടോ, നമ്മളെ പോലെ. നമ്മുടെ നാട്ടിൽ നിന്ന് കറക്റ്റ് ആ ടീ സ്പോട്ടിലേക്കുള്ളത് 83 കിലോമീറ്ററാണ്. നമ്മളെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിട്ടി വഴി, നമ്മൾ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിട്ടി പോകുന്ന ഇരിട്ടി മാനന്തവാടിയിൽ നിന്ന് കുട്ട തോൽപ്പട്ടി റോഡ്, അവിടെയാണ് ഇവരുടെ ചായക്കട വരുന്നത്. അപ്പോൾ അവിടുന്ന് ചായയും കുടിച്ച് ഉണ്ണിയപ്പം തന്ന് ആ വിരാജ്പേട്ട വഴി മാക്കൂട്ട ചുരം ഇറങ്ങിയിട്ട് നാട്ടിലേക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കൂടി ടോട്ടൽ ഒരു 150 കിലോമീറ്റർ അതിനുള്ളിൽ കവറാവും. നല്ല മൂഡ് ക്ലൈമറ്റാണ്. ഓടിട്ടിട്ടും ആ കാറ്റ്, തണുത്ത കാറ്റ് ഇതിൻ്റെ ഇടയ്ക്കിലോട്ടെല്ലാം കയറി വരുമ്പോൾ ഒരു കുളിരി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിനാ, നമ്മൾ ഈ ബൈക്ക് പോകുന്നില്ലേ, ഈ സെയിം റൂട്ട് തന്നെ എത്ര പ്രാവശ്യം പോയി കഴിഞ്ഞാലും ആ ഫസ്റ്റ് പോകുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ, ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, അതെപ്പോഴും ഉണ്ടാവില്ല. സെയിം റൂട്ട് ആയിക്കോട്ടെ, സെയിം റൈഡേഴ്സ് ആയിക്കോട്ടെ, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരിക്കലും നെവർ ഗെറ്റ്സ് ഓൾഡ്. എപ്പോഴും ആ സെയിം ഫീലിങ്സ് തന്നെ ഉണ്ടാവും. നമ്മളെ തിന്നുള്ളത് ഡൊമിനറാണ് കേട്ടോ, ഇൻ്റർസെപ്റ്റർ ഇല്ല. ഇൻ്റർസെപ്റ്റർ ചെറിയ സീനായി. ലാസ്റ്റത്തെ ഊട്ടി ട്രിപ്പിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി വണ്ടി ക്ലെയിമിന് കയറ്റിയിട്ടുള്ളത്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഊട്ടിയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് വിട്ടതാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഒരു നല്ല റോഡ് കിട്ടി. നമുക്കൊന്ന് പൊള്ളാച്ചിയിലേക്കുള്ള റോഡാണ്, നല്ല സ്ട്രൈറ്റ് ഹൈവേ. അതിന് അത്യാവശ്യം സ്പീഡ് കയറി, 100 മുകളിൽ എന്തായാലും കയറിയിട്ടുണ്ടാവും. ആ പോകുന്ന പോക്കിൽ ഒരു ബയസന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്കൊരു പോക്ക്, ഇൻഡിക്കേറ്ററോ ഒന്നുമില്ലാതെ ക്രോസ്. ആ പോക്കിൽ എന്ത് ചെയ്ത് ഞാൻ കൊണ്ട് പോയി അടിച്ചുവിട്ടു. അനക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ വേറെ, ബൈക്ക് വേറെ, ഞാൻ വേറെ തിരിച്ച്, ബൈക്ക് വേറെ തിരിച്ച്. എന്തോ ഭാഗ്യത്തിന് ചെറിയ മൈനർ ഇഞ്ചുറീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബൈക്കിന് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ക്ലെയിമിന് കയറ്റി. ഞാൻ ആ ബൈക്ക് ഇറങ്ങാൻ 2 ആഴ്ചയാവും. പ്രശ്നമില്ല, നമുക്ക് നമ്മളെ ഡിഗിലേട്ടൻ്റെ ഡൊമിനറുണ്ട്. അപ്പോൾ പോവാൻ വണ്ടിയുണ്ട്. Guys, we are finally reached കേളകം. കോടയൊക്കെ ഉണ്ട്, ഞാനൊക്കെ കാണുന്നില്ലല്ലോ. ഓ, he knows the route. മഴ പെയ്ത വേറെ തന്നെ ഒരു മൂടാണ്.
തണുപ്പ്, കോട. ഇനി അങ്ങോട്ട് ഫുള്ള് മഴ, കോട, മഞ്ഞ്. ഓ, ഒന്നും പറയണ്ട. മൺസൂൺ എക്സ്പീരിയൻസ് ചെയ്യാൻ കേരളത്തിൽ വന്നിട്ടില്ലെങ്കിൽ അതൊരു വൻ നഷ്ടമായിരിക്കും. പറ്റുന്ന പോലെ എന്തായാലും മഴക്കാലത്ത് നാട്ടിലുണ്ടായിരിക്കും. ഗൈസ്, ലുക്ക് അറ്റ് ദ വ്യൂ. കുറച്ച് കോട. നമ്മൾ കൊട്ടിയൂർ ടെമ്പിളെത്താണ്. കൊട്ടിയൂർ ഉത്സവമാണ്. ഈ ഒരു മാസമായിട്ട് വൻ റഷാണ്. കണ്ണൂർ ഫുള്ള് കർണാടകക്കാരാണ്. ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും കർണാടക വണ്ടിയാണ്. 300 മീറ്റർ. നായര പമ്പിലെത്തി ഗൈസ്. എണ്ണടിച്ചേക്കാം. 4 ലിറ്ററുണ്ടോ? 4 ലിറ്ററുണ്ടെങ്കിൽ ഓക്കെ, ധാരാളം. ആ, അവിടുന്ന് കുറച്ച് കവർ ചെയ്യുമല്ലോ. 700. എൻ്റെ മോനെ പണി പാടി കൈസ്. ചേച്ചി 1 മിനിറ്റാ. നീ ഒന്ന് ഇത് തിരിക്കണേ, ഞാൻ ഇത് അമർത്താം. ഇത് ചാവി ഇരുന്നോലെ. ചേച്ചി 1 മിനിറ്റ്. ടാങ്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഞാനിന്നില്ല കേട്ടോ, ഞാൻ നാട്ടിലല്ല. ഫാത്തിമ പൈസ പൈസ ഇന്നലെയും വന്നിട്ടില്ല. ഓക്കെ ആയിക്കോട്ടെ. ഇന്നലെ എന്തെങ്കിലും പറ്റിയ? ഓ ആയിക്കോട്ടെ. ട്രൈ ചെയ്ത് നോക്കിയാ. വെൽഡൺ സിനാൻ, വെൽഡൺ. ചേച്ചി, അമ്മു, ഇപ്പം ആകെ കുടുങ്ങി മാറിയാവുകയാണ്. പമ്പിലെത്തി നോക്കുമ്പോഴത്തേക്ക് ടാങ്ക് ഓർക്കാൻ കഴിയുന്നില്ല. മരണട്ടിട്ട് ടാങ്ക് മാറ്റാൻ സമയമായിരുന്നു കേട്ടോ. ടാങ്കിൻ്റെ കീ സെറ്റ് എന്തോ ഭാഗത്തിന് ലാസ്റ്റ് ഓപ്പണായി കിട്ടി. സിനാൻ്റെ ഇതുമൂലം നമുക്ക് ഓപ്പണായി കിട്ടി. ഏകദേശം നമ്മൾ കൊട്ടിയൂർ എത്തി കേട്ടോ. കൊട്ടിയൂർ അമ്പലം ഭയങ്കരமான ചന്ത. സത്യവസിനെ കാണുന്നില്ലല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ത് വില കൊടുത്തു അബ്രോഡ് പണിയെടുക്കുന്ന ആള് മൺസൂൺ സീസൺ ആകുമ്പോൾ നാട്ടിലെത്തിയിരിക്കണം. സ്വന്തം നാട്ടിൽ ഈ ഒരു കാലാവസ്ഥ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇല്ലെങ്കിൽ അവസരമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു കഷ്ടാവൊക്കെയാ.
ശ്രീനാഥ് ആ ചളിയിൽ കുളിപ്പിക്കരുത്. അപ്പോൾ പറഞ്ഞു വന്നത്, നോക്കൂ ഗൈസ്, ഈ കോട, മഞ്ഞ്, മഴ ഇതൊക്കെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫ്? വെറും പണിയെടുത്ത് പൈസ ആക്കിയാൽ പോരല്ലോ. ജീവിതത്തിൽ ഇങ്ങനത്തെ ഓരോരോ മൊമെന്റ്സ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാണ്ട് ആടെ കടന്ന് പണിയെടുത്തിട്ട് എന്ത് കാര്യം? അത്ര പൈസ ഉണ്ടായാലും പിന്നെ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓനിക്കിപ്പോൾ 1 കോടി ഉറുപ്പ്യ ഉണ്ടെങ്കിലും ഓൻ പറയും എനിക്കിപ്പോൾ 2 കോടി വേണം, 2 കോടി ഉണ്ടെങ്കിൽ എനിക്ക് 4 കോടി വേണം. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. പൈസേൻ്റെ ആർത്തി മനുഷ്യനിക്ക് ഒരിക്കലും തീരൂല. ഇപ്പോൾ പൈസ എന്ന് മാത്രം നോക്കാതെ ഇതുപോലത്തെ കുറച്ച് എക്സ്പീരിയൻസ് എല്ലാം കിട്ടുമെന്ന് എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ജീവിതത്തിൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഗൈസ്, നമ്മളെ പാൽച്ചുരം സ്റ്റാർട്ടായിട്ടുണ്ട്, ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ റഷൊന്നുമില്ല. ഹെയർ പിൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ ഹെയർ പിൻ എത്തി. പാൽച്ചുരത്തിന് ടോട്ടൽ 5 ഹെയർ പിന്നാണ് കേട്ടോ. റോഡും ഇല്ല, ഓണമില്ലെങ്കിലും ഇതൊന്നല്ല. ദ 4th വൺ, ദ 5th വൺ. അത് നല്ലൊരു സ്പോട്ടുണ്ട്. അത് അവിടെ കുറച്ച് സമയം നിർത്തിയിട്ട് പോവാം. Guys, look at the view guys. കോട നോക്കൂ guys. This is the peak monsoon season. മഴ, ചെറിയ മഴ, മഞ്ഞ്, കോട. Oh my god, this is what I am craving for, man. തണുത്ത കാറ്റടിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഗൈസ്, ലോകത്തിൻ്റെ ഏത് മൂലക്കാണെങ്കിലും മൺസൂൺ സീസണിൽ നാട്ടിലെത്തിയിരിക്കണം. കാപ്പിത്തോട്ടം കഴിച്ചു. സമയം കൊള്ളാം. ഞാനിപ്പോൾ എന്താ ചിന്തിക്കുന്നത്, ഭൂമി ഇത്രയ്ക്ക് സുന്ദരമാണെങ്കിൽ സ്വർഗം എന്തായിരിക്കും? നമ്മളങ്ങനെ മാനന്തവാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഉണ്ണിയപ്പത്തിൻ്റെ കടയിലേക്കുള്ള റൂട്ട് പിടിച്ചിരിക്കുകയാണ്. മാപ്പിട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 കിലോമീറ്ററും കൂടി. ഇനി 10 കിലോമീറ്ററും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ട് എത്തുന്നതായിരിക്കും. കാലാവസ്ഥ സെറ്റാണ് കേട്ടോ. ഇന്നലത്തെ ആ മഴയും രാവിലത്തെ ആ സൂര്യപ്രകാശം, ഒരു അളഞ്ചൂട്, തണുത്ത കാറ്റ്, മൂട് എന്ന് വെച്ചാൽ മൂട് കാലാവസ്ഥ. നമ്മൾ എത്തിയിരിക്കുകയാണ്. ಹಾಯ್, ಚೆನ್ನಾಗಿದೆಯಾ? ಕನ್ನಡ ಮಲಯಾಳ? ಮಲಯಾಳಿಯಾ? ಹಾಂ. എവിടെ പോന്നെയാ? മഞ്ചേരി. ആ,
വാ ലെറ്റ്സ് ഹാവ് ഉണ്ണിയപ്പം. ഇതാണ് ഫേമസ് ഉണ്ണിയപ്പം. തിന്നോട്ടെ, ടേസ്റ്റ് എങ്ങനെയുണ്ട്. ഇഡലി പ്ലസ് ഉണ്ണിയപ്പം പ്ലസ് അതിൻ്റെ പേര് ചെമ്മീൻ ചമ്മന്തി മിക്സ് ആക്കിയിട്ട് വെള്ളം ടേസ്റ്റ്. തിരക്കിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. അതെ, വന്നിട്ട് എല്ലാം എൻജോയ് ചെയ്യണം. ഉണ്ണിയപ്പം എടുക്കാം, എല്ലാം കൂടി മിക്സ് ആക്കാം. റെഡി. ഒരു രക്ഷയില്ല കഴിച്ച്. ഭയങ്കരமான ടേസ്റ്റ്. ഗൈസ് ഉണ്ണിയപ്പം കഴിച്ചു. എന്താ സിനാന ഉണ്ണിയപ്പത്തെ കുറിച്ച് പറയാനുള്ളത്? മിയാ 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 മിയാ, 100ൽ 100. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ഉണ്ണിയപ്പവും അടിപൊളി ഇഡ്ഡലിയും സാമ്പാറും പിന്നെ നല്ല കട്ടനും. മോനെ മഴയാണ്, തണുപ്പാണ്, തിരക്ക് വെറുതെ കരിമ്പടത്തിന്റെ ഉള്ളിൽ മുന്നിൽ കാര്യമില്ല. വരിക, ആസ്വദിക്കുക, കഴിക്കുക, എൻജോയ് ലൈഫ്. എൻജോയ്. 500 റുപ്യൻ്റെ എണ്ണ കൊണ്ടു. 500 റുപ്യൻ്റെ എണ്ണ ഉണ്ടെങ്കിൽ അല്ലേ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് സുഖ, എനർജി ബൂസ്റ്റിംഗ്. സുബീസ്കരിക്കാൻ വിടുക, ഉണ്ണിയത്തിന്റെ കൂടെ ചായ പിടിക്കാൻ പോവാ. അതല്ല ഈ സ്ഥലത്തിന്റെ സ്ഥലം നോക്കിയാ ബ്യൂട്ടിഫുൾ. ഇതിന് അങ്ങനെ ഉണ്ണിയപ്പൻ്റെ അല്ല കൂട്ടാട്ടൻ്റെ ഉണ്ണിയപ്പം നിന്ന് കൂട്ടാപ്പൻ്റെ എന്താണ് കൂട്ടാട്ടൻ്റെ ഉണ്ണിയപ്പം നിന്ന് ഇനി നമ്മള് രണ്ടാമത് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഈ റൂട്ടാ പോകുന്നത്. തിരുനെല്ലി റോഡ്. തിരുനെല്ലി റോഡ്. തിരുനെല്ലി റോഡ്. അപ്പോൾ ലെറ്റ്സ് ഗോ. അല്ല ലൈവ് ആനപ്പണ്ടം കാണിച്ചാലേ കൈ. നെല്ലിയാമ്പതി റോഡ്. ആനകീന് വന്നേക്കോ. ലൈവാണ്, ലൈവ്. ഇപ്പൊ ഇട്ടിട്ട് പോയിട്ടുള്ളത്. മാങ്ങ പോലും തയ്ച്ചില്ല. മണമൊന്നുമില്ല ഇനി. എടാ ഇതിന്റെ ബേക്ക് ഈ വീഡിയോ ഫ്രണ്ട് എടുക്കുന്നതിന് ബേക്ക് എടുക്കൽ എങ്ങനെയാ? അതെ, എനിക്കറിയില്ല. മൊത്തം ഉണ്ടോ? ആന വന്നേക്കോ. ആന വന്നതിനാൽ ഞമ്മക്കെന്താ ആന? എന്താ കാട്ടാന വന്നിട്ട് എന്ത് കാട്ടാന? മാങ്ങ ആ സ്ഥലത്തില് നമ്മള് കീനി പോന്നെ നമ്മളെ കാട്ടിക്കുളം. നെല്ലിയാമ്പതി ടു കാട്ടിക്കുളം റോഡിലുള്ളത്. സ്ഥലം നോക്കിയാ വൈബിന്റെ എൻഡ്. നല്ല പോയി. ഏത് സമയത്തും ആന പ്രതീക്ഷിക്കുക. അങ്ങനത്തെ ഒരു റോഡാ ഇത്. അതായത് ഇപ്പൊ ഈ ഭാഗം നമ്മളെയും കിട്ടും, നമ്മൾ മൊത്തം കിട്ടും. എന്താണെന്നല്ലേ full of kodas. സ്ഥലത്തിന്റെ പേര് കബ്ബെ ബെട്ട വ്യൂ പോയിന്റ്. This is കബ്ബെ ബെട്ട വ്യൂ പോയിന്റ്. ആരും അങ്ങനെ അറിയാത്തൊരു വ്യൂ പോയിന്റ് ആണ്. ഏകദേശം സംഭവം നാട്ടിലത്തെ പിള്ളേരൊന്നും അധികം എത്തിപ്പെട്ടിട്ടില്ല. ഇവിടെ
ആ സ്വിറ്റ്സർലാൻഡിലല്ലോ. സ്വിറ്റ്സർലാൻഡ് അതിനെക്കാട്ടിയും സൂപ്പർ തോന്നുന്നു കേട്ടോ ഇത്. നോക്കിയേ കോട നോക്കിയേ, നിങ്ങളെ വിരിച്ച് കടക്കാം. എന്റെ സീനെ സംഭവം എന്താ അറിയോ, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ആരും എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം കാര്യം. ഇതെല്ലാം വന്നിട്ട് കാണണം. 500 രൂപ പെട്രോള്, 100 രൂപ ചായ. Peace at its peak. Yo bro. സൂര്യ നോക്കിയാ കാണാൻ കഴിയുന്നില്ല എനിക്ക്. അനക്കൊക്കെ കഴിയുന്നുണ്ട്. ആ സ്പെക്സ് ഇട്ടുണ്ട്. നോക്കട്ടെ, നടക്കുമോ നോക്കട്ടെ. ആ കാണുന്നുണ്ട്. കണ്ടല്ലപ്പനുണ്ട്. എൻ്റെ മോനെ സ്വർഗത്തിലല്ലേ തോന്നു കേട്ടോ നമ്മള്. ഗൈസ് നമ്മള് സ്വർഗത്തിലുള്ള അത് നല്ലൊരു ഫോട്ടോ എടുത്തതിനാണ് കടന്ന ഫോട്ടോ. അഞ്ചാതി പശു മെയ്യുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഓഫ് റോഡ് ഉണ്ടാവും. പശുവിൻ്റെ എല്ലാം ഭാഗ്യം. ഡെയിലി മഞ്ഞും കൊണ്ട് പുല്ല് തിന്നാലാ. കൈസാമ്പാ എന്താ പറയണ്ടേന്ന് എനിക്ക് തിരിയുന്നില്ല. അത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് പൊട്ടി ഗൈസ്. എന്താ ചെയ്യും, എങ്ങനെ പോവും? ഇടങ്ങിയോ? എൻ്റെ മോനെ ഫുൾ ഓപ്ഷനാണല്ലേ. ഫുൾ ഓപ്ഷനെ നമ്മള് മേടിക്കല്ലോ. മേടിക്കുമ്പോ നല്ല എടുക്കാം, അതാണ് നമ്മളെ പോളിസി. ലോക്കല് മേടിച്ചു, പക്ഷെ ഇടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വേറൊരു പോളിസി. അമർത്തിയിട്. എൻ്റെ ഉണ്ടോ എൻ്റെ ABS എല്ലാം ഉണ്ട്, അതുകൊണ്ട് സീനില്ല. ഇതെടുത്ത് ബാഗിലേക്ക് ഇട്ടാൽ ABS ആയി. 1985 ABS ഇറങ്ങിനി. ഇന്നല്ല ഇറങ്ങലായി. ഇറങ്ങാൻ തോന്നുന്നില്ല, എന്നാലും പോയല്ലേ പറ്റൂല്ലേ. അതിന്റെ ഹില്ല് കണ്ടതാ, ആ ഹിൽസിൽ നിന്ന് നമ്മളിപ്പം വരുന്നത്. എന്താ മോനെ, അടുക്കൊരു പൂന്തോട്ടം പോലെ കുറെ പുല്ലും. അത് ഉള്ളിച്ചെടിയാണോ എന്നൊരു സംശയമുണ്ട്. ആ ഉള്ളിത്തണ്ട് പോലെ ഉണ്ടല്ലേ. ഉള്ളിത്തണ്ട് പോലെയുണ്ട്. ഈന് കൈസ് വലിയൊരു പാറയാണിത്. ഇതിവിടെ എങ്ങനെ കീയും കൈസ്. ഉള്ളിത്തണ്ട് പറിച്ചാലോ പെരക്കേക്ക്. നമ്മൾ കീഴടക്കി കൈസ്. അങ്ങനെ കബ്ബെബെട്ട ഹിൽസ് നിന്ന് പോക്കായി. അങ്ങനെ കബ്ബെബെട്ട ഹിൽസിൽ നിന്ന് നമ്മൾ വിടവാങ്ങുകയായി. ഒന്നും പറയാനില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്പർ 1 അജാതി വ്യൂ, അജാതി കോട. കണ്ണൂർ ഏരിയയിലുള്ള എല്ലാവരും ഇവിടെ വന്ന് സന്ദർശിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പോകാൻ തന്നെ തോന്നില്ല കേട്ടോ. എന്തായാലും ഒരു ദിവസം ട്രക്കിങ്ങിനായിട്ട് തരണം ഒരു ദിവസം. കപ്പിൾസിനായാലും വന്നിരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. അധികം ഒറ്റപ്പാടോ കാര്യങ്ങളോ ഇല്ല. ഒരു കണക്കിന് അധികം ആളില്ലാത്തേ നല്ലത്. ഒറ്റപ്പാടെല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ പീസ് നഷ്ടപ്പെടും. ഇപ്പം നല്ലുണ്ട്, ടിക്കറ്റോ ഒന്നുമില്ല. ഒരു ടിക്കറ്റെല്ലാം ആക്കോളി. ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ടീ റൈഡുമായി കാണാം.